ഐതിഹ്യങ്ങളും പുരാതന ചരിത്രങ്ങളും ഇഴപിരിയുന്ന കടുത്തുരുത്തി സാംസ്കാരിക പൈതൃകങ്ങൾ പേറുന്ന പവിത്ര ഭൂമി കൂടിയാണ്. കാലത്തിൻ്റെ കൈവഴികളിൽ വികസനത്തിൻ്റെ തേരോട്ടം നടത്തുന്ന കടുത്തുരുത്തിയുടെ കർമ്മഭൂമിയിലൂടെ ഒരു യാത്ര. വികസനത്തിൻ്റെ പുത്തൻ പാതകൾ വെട്ടിത്തുറന്നുകൊണ്ട് കടുത്തുരുത്തി ജനസ്പന്ദനങ്ങൾ തിരിച്ചറിയുകയാണ്. സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ വിഷയങ്ങളിൽ നടപടിയുണ്ടാക്കിക്കൊണ്ടാണ് മണ്ഡലം മാതൃകയാകുന്നത്. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് കുറുപ്പന്തറ ROB കിഫ്ബി വഴി 17 കോടി രൂപ അനുവദിച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജ്, കടുത്തുരുത്തി ROB റെയിൽവേ ഓവർബ്രിഡ്ജ് അതിന് അനുവാദം നൽകി. പക്ഷേ പല കാര്യങ്ങളും നടന്നുവെങ്കിലും പല കാര്യങ്ങളിലും അവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്ന MLAയുടെ അനാസ്ഥ മൂലം, ഞാൻ അങ്ങനെ തന്നെ പറയും, നടക്കാതെ പോയിട്ടുമുണ്ട്. ഇതെങ്ങനെയാണ് ഗവൺമെൻറ് പണം അനുവദിച്ചാൽ, ഞാൻ MLA ആയിരുന്ന ആളല്ലേ, ഗവൺമെൻറ് പണം അനുവദിച്ചാൽ നമ്മൾ കയറി ഇറങ്ങി നടക്കണം. AS TS ഇപ്പം ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ഒരു കാലത്തും പൈസ ലഭിക്കുമായിരുന്നില്ല. ഞാനും MD എല്ലാം ചേർന്ന് കയറി ഇറങ്ങി നടന്ന് 6 കോടി 7 കോടി എല്ലാം വാങ്ങിച്ചെടുത്ത് നാട്ടിലെ സാധാരണക്കാരെ ആൾക്ക് ലോൺ കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയലിൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ നിയമമണ്ഡലത്തിലെ വർക്കുകൾ നടത്തി പൂർത്തിയാക്കാൻ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ശ്രദ്ധ അവിടെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പം കുറുപ്പന്തറ ROB ജോസ് കെ മാണി അനുവദിച്ച MB ആയിരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സാങ്ഷൻ മേടിച്ച 5-6 എണ്ണം ഉണ്ട്. അതിൽ പൂർത്തിയാകാത്തെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി നിയമമണ്ഡലത്തിലെയാണ്. കുറുപ്പന്തറ പൂർത്തിയായിട്ടില്ല. മാഞ്ഞൂർ പൂർത്തിയാകുന്നത് ശരിയാണ്, പക്ഷേ കടുത്തുരുത്തി പൂർത്തിയായിട്ടില്ല. അതൊക്കെ ആൾക്കെന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയാം. ആരോഗ്യ വിദ്യാഭ്യാസ ഊർജ്ജ മേഖലകളിൽ മികച്ച നേട്ടങ്ങളാണ് കടുത്തുരുത്തി കൈവരിച്ചത്. 600 മംഗലം ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം ഏറെ ശ്രദ്ധേയമാണ്. ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് ആരംഭിച്ചുകൊണ്ടാണ് ആതുര സേവന രംഗത്ത് മികച്ച സംഭാവന നൽകിയത്. കോവിഡ് പോലുള്ള മഹാമാരികൾ സമൂഹത്തിന് മേൽ വെല്ലുവിളി ഉയർത്തുന്ന കാലഘട്ടത്തിൽ ഐസൊലേഷൻ വാർഡ് ഏറെ പ്രാധാന്യമർഹിക്കുകയാണ്. വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ വൈജ്ഞാനിക ലോകം സൃഷ്ടിക്കുവാനുള്ള പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിലെ പെരുവ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 2018-19 വർഷം മികവിൻ്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപ നമുക്ക് അനുവദിക്കുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്, VHSC 3 വിങ്ങിലേക്കും കൂടി പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഉയർന്നു വന്നത്. ഇതിനു മുമ്പ് ചോർന്ന് ഒലിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. മറ്റു ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഈ കെട്ടിട സമുച്ചയങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള സ്മാർട്ട് റൂമുകൾ ആവശ്യത്തിന് ഉണ്ട്. അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള ലൈബ്രറി സൗകര്യങ്ങൾ, ലാബ് സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട രീതിയിലുള്ള ധാരാളം യൂറിനൽസ്, അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിജയശതമാനം നിൽക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ ഈ തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ ഏറ്റവും ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ ഹൈസ്കൂളിലാണെങ്കിലും ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ 10-18 വർഷമായിട്ടൊക്കെ
100% വിജയമാണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സൗകര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. സ്വാഭാവികമായിട്ടും അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ തീർച്ചയായിട്ടും കൂടുതൽ വിദ്യാർത്ഥികളെ നമുക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിനും കാരണമാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാനൂറ്റി 10 kV സബ്സ്റ്റേഷനുള്ള സ്ഥലമാണ് കണ്ടെത്തിയത്. 175.58 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഒരു നിയോജകമണ്ഡലം നിലയിൽ കടുത്തുരുത്തിയെ സംബന്ധിച്ച് അവിടെ ഈ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയുടെ അനുമതി നൽകി പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഒരുപാട് പണം അനുവദിക്കുകയും അത് പൂർത്തീകരിക്കാനും ഗവൺമെൻറ് കഴിഞ്ഞു. എന്നാൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാനുമുണ്ട്. അത് കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കാൻ മറ്റാരും കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മീറ്റിംഗ് നടത്തി. ഞാൻ MLA ആയിരുന്ന സമയത്ത് അങ്ങനെ ബൈപ്പാസിന് സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച് ഞാൻ എൻ്റെ ഓഫീസിൽ ആളുകളെ വിളിച്ചു കൂട്ടി. എല്ലാവരും സമ്മതിച്ചു, സമ്മതപത്രം വാങ്ങി. അവസാനം അത് ഗവൺമെൻറ് കൊടുത്ത് സ്ഥലമെടുത്തു. പക്ഷേ ഞാൻ MLA ആയിരുന്ന 2001-2006 വർഷമാണ്. അതിനുശേഷം ഇപ്പോൾ എത്രയാ 20 വർഷമായി. ആ 20 വർഷത്തിന് കഴിഞ്ഞിട്ടും ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മളൊരു വികസനം ചെയ്യുമ്പോൾ അതിന് സമയബന്ധിതമായി പൂർത്തിയാക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ് നഷ്ടം, നാടിന് നഷ്ടം. ഇത് ഉപയോഗിച്ചെങ്കിലേ കാര്യമുള്ളൂ. അല്ല 80% പൈസ മുടക്കിയിട്ടു, 20% പൈസ മുടക്കാത്തത് കൊണ്ട് പൂർത്തീകരിക്കാൻ ജനങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം ലഭിക്കാതെ വരുന്നു എന്നുള്ളത് ബുദ്ധിമുട്ട്. ഇപ്പോൾ വിഴിഞ്ഞം പണം മുടക്കി അത് പൂർത്തീകരിച്ചത് കൊണ്ടല്ലേ അതിൻ്റെ ഇൻകം സർക്കാരിന് ലഭിക്കുന്നത്. കൂടംകുളം പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ കുറവിലങ്ങാട് കുര്യത്ത് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത് ഊർജോൽപാദന രംഗത്ത് വികസനത്തിന്റെ മിന്നൽ പിണറുകൾ സൃഷ്ടിക്കാൻ കാരണമായി. ഇപ്പോൾ കടുത്തുരുത്തി സബ് രജിസ്ട്രാർ ഓഫീസ് കിഫ്ബിയിൽ നിന്ന് പൂർത്തിയാക്കിയ ഒരു ജോലിയാണ്. കടുത്തുരുത്തി ഗവൺമെൻറ് സ്കൂള്, പെരുവ സ്കൂള്, പിറവൻ റോഡ്, അതൊക്കെ കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അനുവദിച്ച തുക ചോദിച്ച് ആ നാട്ടിൽ ചെയ്യാമായിരുന്നു, വേണ്ടത്ര ഫോളോ അപ്പ് ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ധാരാളം പണം കിഫ്ബിയിൽ ഗവൺമെൻറ്റിൽ നിന്നും കടുത്തുരുത്തിയുടെ വികസനത്തിന് വേണ്ടി സ്കൂളുകളുടെയും ഗവൺമെൻറ് ഓഫീസുകളുടെയും റോഡുകളുടെയും ROB റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെയും എല്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും കാര്യങ്ങളിൽ ഡിലേ ഉണ്ടായിട്ടുള്ളത് വേണ്ടത്ര ശ്രദ്ധ, അതിന് ഫോളോ അപ്പ്, ഫയലിൻ്റെ പിന്നാലെ പോയി ഫോളോ അപ്പ് നടത്തി ഇല്ല എന്നുള്ളതാണ്. കടുത്തുരുത്തിയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും കാത്തുസൂക്ഷിക്കുവാനുള്ള കർമ്മ പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. രാജ്യാന്തര നിലവാരത്തിൽ റോഡുകളുടെ നവീകരണങ്ങളും ശ്രദ്ധേയമാണ്.
നാടിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കടുത്തുരുത്തി കാലത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ്, ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്ന ചിന്തകളോടെ. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനഃസംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി നിലവിൽ വന്ന തിരുവനന്തപുരം ഇന്ന് വിസ്മയകരമായ വികസന കുതിപ്പിലൂടെ മുന്നേറുമ്പോൾ ആ വികസന വെളിച്ചത്തിലൂടെ ഒരു യാത്ര. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം വികസനത്തിലും തല ഉയർത്തിയാണ് മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാകുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന വികസന പ്രവർത്തനങ്ങളാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഈ മണ്ഡലം തുടങ്ങുന്ന വെള്ളയമ്പലം മുതൽ അട്ടക്കുളങ്ങര വരെയുള്ള ഭാഗത്ത് റോഡ് സ്മാർട്ട് റോഡാക്കാനും അതിനനുബന്ധമായി 8 വാർഡുകളിൽ പ്രധാനപ്പെട്ട ഇടവഴികളെല്ലാം തന്നെ സ്മാർട്ട് റോഡാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ ഈ 5 വർഷക്കാലത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന മണ്ഡലം പശ്ചാത്തല വികസനത്തിലും ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് CPM മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് SA സുന്ദർ. ഈ മണ്ഡലത്തിനകത്തുള്ള മുഴുവൻ സർക്കാർ സ്കൂളുകളും ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളുമായി വികസന പ്രവർത്തനങ്ങളാകെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡ് കടന്നു പോകുന്നത്. ആ തീരദേശ ഹൈവേ എന്ന രൂപത്തിൽ അത് ആ രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് മാറിയിട്ടില്ല എങ്കിലും ആ തീരദേശ റോഡാകെ പൂർണ്ണമായ രൂപത്തിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. എട്ട് വിദ്യാലയങ്ങൾക്കായി 20 കോടി രൂപയും 4 കലാലയങ്ങൾക്കായി 40 കോടി രൂപയും വിനിയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും ശ്രദ്ധേയമാണ്. ഇന്ന് ഈ മണ്ഡലത്തിനകത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ റോഡുകളാകെ തന്നെ പൂർണ്ണമായ രൂപത്തിൽ സഞ്ചാരയോഗ്യം ആയ നിലയിലും കൂടുതൽ ക്വാളിറ്റിയോടുകൂടിയുള്ള റോഡുകൾ നിർമ്മിക്കുവാനും വേണ്ടി ഈ സന്ദർഭത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ ഈ മണ്ഡലത്തിനകത്താണ് പ്രധാനപ്പെട്ട ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ മണ്ഡലത്തിനകത്താണ്, പാളയം പള്ളി ഇതിനകത്താണ്, വെട്ടുകാട് പള്ളി ഇതിനകത്താണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഉത്സവ പരിപാടികളും നല്ല നിലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി അവർക്കെല്ലാം ആവശ്യമായ രൂപത്തിലുള്ള ഫണ്ടുകളടക്കം അലോട്ട് ചെയ്തുകൊണ്ടുള്ള സംവിധാനത്തിലേക്ക് മാറുന്നതിനു വേണ്ടിയും ഈ 5 വർഷക്കാലം നല്ല പരിശ്രമം നടന്നു എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും.
മുൻകാലങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒട്ടനവധി പരാതികളുണ്ടായിരുന്നു, കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം. ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് പൊതുവിലുണ്ടായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാൽ കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ പൈപ്പ് ലൈൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയും ഈ മണ്ഡലത്തിനകത്ത് പൂർത്തിയാക്കി. ഇപ്പോൾ കുടിവെള്ളം പൂർണ്ണമായും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രദേശവും ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. കുടിവെള്ള വിതരണത്തിനായുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കി തിരുവനന്തപുരത്തിന്റെ ദാഹമകറ്റാനുള്ള കർമ്മപരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. കൂടാതെ റോഡ് നവീകരണത്തിലൂടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കും ആശുപത്രി വികസനങ്ങളിലൂടെ അനേകർക്ക് ആശ്വാസം പകരുന്ന പദ്ധതികൾക്കും നടപടിയായി. ₹400 കോടി വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ ഉയർത്തിയതെന്ന് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് CPM മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് S.A. സുന്ദർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡ്രെയിനേജ് യഥാർത്ഥത്തിൽ എത്തപ്പെട്ടിട്ടില്ലാത്ത ചില വാർഡുകളുണ്ട്. ഡ്രെയിനേജ് ഉള്ള വാർഡുകളിൽ തന്നെ ചില ഓവർഫ്ലോയുടെയും മറ്റെല്ലാം തന്നെ വിഷയങ്ങളുണ്ടായിരുന്നു. ആ ഓവർഫ്ലോ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് മുഴുവൻ ഡ്രെയിനേജ് മാൻഹോളുകളും നവീകരിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായി കഴിഞ്ഞു. ഇനി ഡ്രെയിനേജ് എത്താത്തതായിട്ടുള്ള 4 വാർഡുകളിൽ ഡ്രെയിനേജിൻ്റെ പൈപ്പ് ലൈൻ വള്ളക്കടവ് ഉൾപ്പെടെ ഉള്ള 3-4 വാർഡുകളിൽ അതിനെ സംബന്ധിച്ചുള്ള പൈപ്പ് ലൈൻ എല്ലാം തന്നെ ലേഔട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫംഗ്ഷനിങ് ആണ് ആരംഭിക്കേണ്ടത്. അതിനാവശ്യമായ രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഈ മണ്ഡലത്തിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു താലൂക്ക് ആശുപത്രിയുമായി ഉയർത്തപ്പെട്ട ഫോർട്ട് സർക്കാർ ആശുപത്രി വരുന്നത്. അവിടെ പുതിയ 2 കെട്ടിടവും അവരുടെ ഡയാലിസിസിന് വേണ്ടിയുള്ള സംവിധാനവും അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ആ ആശുപത്രിയെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം ആശുപത്രിയിലുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ OP ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഉള്ള OP അടക്കം രാത്രി 8 മണി വരെ ദൈർഘിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ 2 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ ആ ആരോഗ്യ കേന്ദ്രം എല്ലായിടത്തും സ്ഥാപിക്കുവാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുവാനും വേണ്ടി ഇതിനോടകം ഗവൺമെൻറ് തന്നെ കാശ് മുടക്കിക്കൊണ്ട് നല്ല സംവിധാനമാണ് ഉണ്ടാക്കിയത്. KSEBക്ക് കീഴിൽ വരുന്ന റീപ്ലേസ്മെന്റ് ഓഫ് ട്രാൻസ്മിഷൻ മെയിൻ പദ്ധതിക്കായി 77.76 കോടി വകയിരുത്തി. ഊർജ്ജ സംരക്ഷണ രംഗത്തും തിരുവനന്തപുരം ഉത്തേജനം പകർന്നു. പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 600 മത്സ്യത്തൊഴിലാളികൾക്ക് 3 ഘട്ടങ്ങളിലായി ഇപ്പോൾ 2 ഘട്ടം പൂർത്തിയായി, അവരുടെ താക്കോൽദാനം കഴിഞ്ഞു. ഇനി 2 ഘട്ടം കൂടി യഥാർത്ഥത്തിൽ പൂർത്തിയാവാനുണ്ട്. അതിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം വെട്ടുകാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 145 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കൊടുത്ത 2 ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇനി പൂർത്തിയാക്കാനുള്ള ഒരു 120 വീടുകളുടെ നിർമ്മാണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ 600 വീടുകൾ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. തീരസംരക്ഷണം ലക്ഷ്യമിട്ട് ജിയോ ട്യൂബ് പദ്ധതിക്ക് 20.78 കോടി പൂന്തുറ മത്സ്യച്ചന്ത നവീകരണത്തിന് 2.38 കോടി ചെലവഴിച്ചുകൊണ്ട് പുത്തൻ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുവാൻ നടപടി സ്വീകരിച്ചതായും അഡ്വക്കേറ്റ് S.A. സുന്ദർ പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് തീരദേശത്തെ വീടുകളാകെ തന്നെ കടലെടുത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുലിമുട്ട് നിർമ്മാണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ മണ്ഡലത്തിൻ്റെ വെട്ടുകാട് മുതൽ പൂന്തുറ വരെയുള്ള എല്ലാ പ്രദേശത്തും പുതിയ പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ട് തീരം സംരക്ഷിക്കാനും അവിടുത്തെ വീടുകളെ സംരക്ഷിക്കുവാനും ആവശ്യമായ രൂപത്തിലുള്ള മുഴുവൻ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതിവിശേഷം പരിശോധിച്ചാൽ രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ കൗൺസിലർമാർ, എതിർ രാഷ്ട്രീയ പാർട്ടികളുള്ള കൗൺസിലർമാരെല്ലാം ഉള്ള വാർഡുകളാണ്. അവരോട് പോലും ചോദിച്ചാലും അവർക്കെല്ലാം തന്നെ ഈ
ഗവൺമെൻറ് കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ നവീകരണം യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കിയതാണ്. അവിടെയുള്ള തന്നെയുള്ള നായനാർ പാർക്കിൻ്റെ നവീകരണം, അതുപോലെ തന്നെ ഗാന്ധി പാർക്കിൻ്റെ നവീകരണം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ യഥാർത്ഥത്തിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തിയ ഒരു കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ലായിരുന്നു എന്നുള്ള അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ 1ാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഈ മണ്ഡലം പ്രതിനിധീകരിച്ചിരുന്ന MLA ഒരു വകയും ഒരു നയാപൈസ പ്രവർത്തനവും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആ കുറവുകളെല്ലാം പരിഹരിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇടപെടലാണ് LDF ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഈ നാട്ടിലെ MLAയും നേരത്തെ മന്ത്രിയായിരുന്ന ശ്രീ ആൻ്റണി രാജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം അതിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് വികസന പാതയിലൂടെ ജൈത്രയാത്ര തുടരുകയാണ് ആർക്കും അവകാശപ്പെടാനില്ലാത്ത ശ്രദ്ധേയമായ പദ്ധതികളിലൂടെ.